ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുക. അതൊരു ബറക്കത്തല്ലേ, സന്തോഷവുമല്ലേ. മിഷ്കാത്ത് റസൂലുള്ളാഹിന്റെ ശമായില്ല 2 ഹദീസ്. ബഹുമാനപ്പെട്ട അനസ് എന്നവരെ തൊട്ട് വന്ന റിപ്പോർട്ട് മഹാൻ പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വഅജ്വദൻ നാസി വഅസ്ജഅൻ നാസ്. നല്ല സൗന്ദര്യമുള്ളവരാണ്, നല്ല ധർമ്മിഷ്ഠരാണ്, അതോടുകൂടി നല്ല ധീരരുമാണ്. ഒരു പാവായല്ല, നമുക്ക് തോന്നിപ്പോ റസൂൽ പാവാ തോന്നിപ്പോണ്ടോ. ഇനി കേൾക്കി, വലഖദ് ഫസിഅ അഹ്ലുൽ മദീനത്തി ദാത ലൈലത്തിൻ. ഒരു രാത്രി മദീനക്കാർ ആകെപ്പാട് പേടിച്ചു. എന്താ പ്രശ്നം? ഹൈസു സമിഉ സൗതൻ, വല്ലാത്തൊരു ശബ്ദം കേട്ടു. ഫന്തലക്കന്നാസു ഖബല സൗത്, ജനങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് പോയി. എന്താണ് ആ ശബ്ദം, എന്താണ് പ്രശ്നം? അപ്പോൾ ഇവർ അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് റസൂൽ മടങ്ങി വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഫസ്തഖ്ബലഹും നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. റസൂൽ പോയി മടങ്ങി വരിക. ഖദ് സബഖന്നാസ ഇല സൗത്, ഇവരെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ശബ്ദമുള്ള ഭാഗത്തേക്ക് എത്തി. പേടില്ലാതാണ് ചെയ്യോ, എന്താവും? പ്രജകളെ പറഞ്ഞേക്കും, അവനെന്നെ ഗുണ്ടകളെ പറഞ്ഞേക്കും. നമ്മളൊക്കെയാണ്, നമ്മളോ പെരി കുത്തർക്കും. റസൂൽ ആദ്യം അവിടെ എത്തുന്നു. വഹുവ യഖൂലു, റസൂൽ പറയുന്നു, ലം തുറാഉ വഹുവ ലാ ഫർസി ലിഅബീ തുൽഹ റളിയല്ലാഹു അൻഹു ഉറയ്യൻ മാ ലൈ സുർജുൻ വഫീ ഉനുഖിഹി സൈഫ്. റസൂൽ പറയാ, പേടിക്കും വേണ്ട, പേടിക്കപ്പെടേണ്ട സംഗതി ഒന്നുമില്ല, നിങ്ങൾ ബേജാറാവല്ലേ. അബൂ തുൽഹ എന്നിവരുടെ ഫർസിൻ്റെ മേലിലെ റസൂലുള്ളാഹി തങ്ങളുള്ളത്. അതാണെങ്കിലോ ഇരിക്കാൻ ജീനൊന്നുമില്ല. ശബ്ദം കേട്ടപ്പം പെട്ടെന്ന് എടുത്ത് പോകുന്നതാണ്. ഫീ ഉനുഖിഹി സൈഫുൻ, ഉനുക്കിൽ പെരടിയിൽ എന്തുണ്ട്? ഒരു വാളുണ്ട്, ആവശ്യം എടുക്കാലോ. ഈ ഒട്ടകണ്ടല്ലോ, ഈ കുതിര ഉണ്ടല്ലോ, ഇത് തീരെ ഓടാത്തതായിരുന്നു. നടത്തം വളരെ കടലെ കാന ബത്തീഅൻ ലയ്യിഖൽ ജറി, നടത്തം വളരെ ലയ്യിക്ക, സാവകാശം നടക്കാൻ ജീവിയായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ ഹബീബ് അതിൻ്റെ മേൽ വാഹനം കയറിയപ്പോൾ പിന്നെ അടിപൊളി വാഹനമായി. കണ്ടില്ലേ? ഫൻഖലബ ഹാലുഹു ബിബറകതി റുകൂബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, വല്ലാത്ത ഓട്ടായി. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? അന്ന് ആ വന്ന് ശബ്ദം കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കളവിടെ പോയി നോക്കി, എൻ്റെ കുട്ടികളെ പോയി നോക്കിയാൽ ഇതങ്ങനെയല്ല. ആദ്യം ഇവരൊക്കെ അങ്ങോട്ട് എത്തിയ സമയത്ത് റസൂലുള്ളാഹി എല്ലാം അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര എന്തിനാ റസൂലുള്ളാഹി ഒരാളെയും പേടിയില്ലടോ. റസൂൽ ഉള്ളയാണ്, അള്ളാഹുവിൻ്റെ ദൂതരല്ലേ, അള്ളാഹു ഉണ്ടല്ലോ, അചഞ്ചലമായ വിശ്വാസമല്ലേ. മാഷാ അല്ലാഹ്. എന്താണ് മുതൽ നമുക്കറിയില്ല. ഹഖീഖത്ത് മുഹമ്മദിയ, ഉത്ത് ഹബീബിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് അള്ളാഹ്ക്കല്ലാതെ ആർക്കും അറിയില്ല. അപ്പം ധീരത എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അനസ് എന്നവർ കൊണ്ടുവന്ന ഒരു ഹദീസാണ്. ഇനി ഹബീബിൻ്റെ ദാനവുമായി ബന്ധപ്പെട്ട 2 ഹദീസ് കേൾക്കി. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ഫഖാല ലാ. മുത്തഫഖുൻ അലൈഹി. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കപ്പെട്ടിട്ടില്ല ഷൈഅൻ ഖത്ത്, ഒരു വസ്തുവും തീരെ ചോദിക്കപ്പെട്ടിട്ടില്ല. ഫഖാല ലാ, അങ്ങനെ എന്ത് പറഞ്ഞില്ല, എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്ത് ചോദിച്ചാലും ഹബീബ് ലാ, ഇല്ല എന്ന് പറയില്ല. മാഷാ അല്ലാഹ്. നമ്മൾ എന്ത് ചോദിച്ചാലും എന്തേ പറയുള്ളൂ? അധികവും ലാ, ഇല്ല എന്നാ പറയാ. ബൽ ഇമ്മ ഒരിക്കൽ ഉള്ളത് കൊടുക്കും,
അവിഴുത്തതർ അല്ലെങ്കിൽ എതിർ പറയും. വദഅ എന്നിട്ട് ആൾക്ക് വേണ്ട ദ്വാരക്കും. ഔ വഅദലഹു ഫീമാ തമന്ന അല്ലെങ്കിലോ മൂപ്പർക്കൊരു വാഗ്ദാനം ചെയ്യും, ഒരു കരാർ ചെയ്യും. ബേജാറാവണ്ട, അപ്പ കൈയില്ലെങ്കിൽ അനക്കാണ്ട് എത്തിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് പറയും. വല്ലാത്ത റസൂലുള്ളാഹി തങ്ങൾ കാന റഹീമൻ ഫകാന ലാ യഅതിഹി അഹദുൻ ഇല്ലാ വഅദഹു വഅൻജസ ലഹു ഇൻ കാന ഇൻദഹു ഉണ്ടെങ്കിൽ. സ്വഭാവം എൻ്റെ ബേത്തുണ്ടല്ലോ, മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു ലം യന്തിഖ് ബിദാക ഫമു. മാഷാ അല്ലാഹ്. മാ ഖാല ഹബീബ് പറഞ്ഞിട്ടില്ല, ലാ ഖത്തു തീരെ ഇല്ല എന്ന് പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. ഇല്ലാ ഫീ തശഹുദി അദ്ദേഹത്തിനുണ്ടല്ലോ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ഇല്ല രസല്ല ബെയ്ത്താണ്. അദ്ദേഹത്തിനവിടെ ലാ ശരീക ലഹു ഇല്ലെന്നവിടെ ഇല്ലാണ്, ഇല്ലല്ല ലാ ലാ ശരീക ലഹു. അടുത്ത ആലായ റസൂല പറഞ്ഞിട്ടുള്ളൂ ലൗല തശഹുദു അത്തഹിയ്യാത്തില്ലായിരുന്നുവെങ്കിൽ ലം യന്തിഖ് ബിദാക ഫമു. റസൂലുള്ളാഹി തങ്ങൾ ലാ എന്ന് പറയലുണ്ടാവില്ല. രസലയുടെ ബെയ്ത്ത് എന്തോ ഒരു സ്വഭാവ. കാരണം ഈ ദുന്യാവ് ഒന്നുമല്ല മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് വെറും താൽക്കാലികമാണ്, ആഖിറമാണ് യഥാർത്ഥ മഖ്സൂദ്. എല്ലാം കണ്ട മുത്തുനബിയുമല്ലേ, ആഖിറം കണ്ടേണ്, സ്വർഗം കണ്ടേണ്, നരകം കണ്ടേണ്. ഈ ദുന്യാവ് ഒന്നുമല്ല മനസ്സിലാക്കിയത്. പിന്നെന്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ നമ്മൾ ഹബീബിനോട് ഫോളോ ചെയ്യണം. നമ്മൾ ദുന്യാവിൽ കിടന്ന് മറയല്ലേ, എന്തിനു വേണ്ടി? ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി. അനസന്നവരെ തൊട്ട് വന്ന മറ്റേർപ്പുണ്ട് റളിയല്ലാഹു അൻഹു ഹദീസ്. ഒരു മനുഷ്യൻ ഹബീബിനോട് ചോദിച്ചു, വനമം ബൈന ജബലൈനി, ആ രണ്ട് മലൻ്റെ ഇടയിലുള്ള ആ ആടിൻ പറ്റ എനിക്കൊരു ചോദിച്ചു. മാഷാ അല്ലാഹ്. ഫഅതാഹു ഇയ്യാഹു, രണ്ട് മലൻ്റെ ഇടയിലുള്ള ഒരാട്ടിൻ കൂട്ടം ചോദിച്ചുകൊണ്ട് കൊടുത്തു. അടങ്ങനെ ആലോചിച്ച് എന്താപ്പോൾ കാട്ട കൊടുത്തപ്പോൾ എന്താ ആവുമോ എന്നൊന്നും ഹബീബ് ചിന്തിച്ചതേ ഇല്ല. മാഷാ അല്ലാഹ്. അപ്പം ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇയാൾ ഓടി ഇയാളെ ജനതയുടെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞ് അസ്ലിമൂ, മുസ്ലിം ആയിക്കോളി ചങ്ങായിമാരെ. ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഅതി അത്വാഅൻ അയളീമൻ. മുഹമ്മദ് നബി വല്ലാത്ത കൊടുതി മൂപ്പര് കൊടുക്കുന്നുണ്ട്. മാ യഖാഫുൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുലുക്കിങ്ങനെ ആവുകയെ. നമ്മളെ മനസ്സിലാക്കണില്ലല്ലോ, നമുക്കൊന്നും ബോധം വരുന്നില്ല. മാഷാ അല്ലാഹ്. മറ്റൊരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു വന്ന റിപ്പോർട്ട്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞിങ്ങനെ വരിക. ആ സമയത്ത് ഫഅലിക്കത്തിൽ അഅറാബു യസ്അലൂനഹു ഹത്തൽ തറൂഹു ഇലാ സമുറ. അഅറാബികൾ വന്ന് ഹബീബിനോട് ചോദിക്കന്നെ വാ ഇരി. റസൂലുള്ളാഹി തങ്ങളെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് പോരുകയാണ്. ആ സമയത്ത് കുറേ അഅറാബിക്കൂട്ടം വന്ന് റസൂലുള്ളാഹിനോട് സമ്പത്ത് വേണം, വാഹനം വേണം, പലതും ചോദിച്ചിട്ട് നിർബന്ധിപ്പിക്കുക റസൂലുള്ളാഹി തങ്ങളെ. അങ്ങനെ അവർ ചോദിച്ച് ഹത്തൽ തറൂഹു ഇലാ സമുറ, ഒരു സമുറാമ വൃക്ഷത്തിലേക്ക് എല്ലാവരും കൂടി റസൂലുള്ളാഹിനെ തള്ളി. നമ്മളെ തള്ളി എങ്ങനെ ഉണ്ടാവും? അവിടെ പിന്നെ അടിയകാരം. ഇത് എല്ലാവരും കൂടി റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് ഇതാ എന്തേലും കൊണ്ടാറാണ്ട്
ആ വൃക്ഷത്തിലേക്ക് അങ്ങ് തള്ളി ഫഹത്തിഫത്ത് റിദാഅഹു ആ മുള്ള് റസൂല തട്ടത്തുമൊക്കെ പറ്റിപ്പിടിച്ച് റസൂൽ അവിടെ നിന്ന് പറഞ്ഞ് ഫവഖഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല അഅതൂനി റിദായി, എൻ്റെ തട്ടം കെട്ട് തരീൻ. എന്താ സ്വഭാവം എടാ, എൻ്റെ തട്ടം കെട്ട് തരിയടാ, അത് പിടിച്ച് വലിച്ചല്ലിങ്ങൾ, അത് നിർത്തരിങ്ങൾ. ആ പടം മുള്ളുമൊക്കെ തറച്ച് എന്നിട്ട് റസൂൽ പറഞ്ഞു ലൗകാനലി അദദു ഹാദിഹിൽ ഇളാഹ്, ഈ കാണുന്ന വൃക്ഷങ്ങളുടെ എണ്ണം അത്ര എനിക്ക് നഅമുൻ ആടുമാട് ഒട്ടകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ല കസംതുഹു, ഞാൻ അതൊക്കെ നിങ്ങൾക്ക്, ല കസംതുഹു ബൈനക്കും, നിങ്ങൾക്ക് ഞാൻ വിഹിതം വെച്ച് തന്നിരുന്നു. സുമ്മലാ തജിദൂനി ബഖീലം വലാ കദൂബം വലാ ജബാന, പിന്നെ നിങ്ങൾ എന്നെപ്പറ്റി പിഷ്കെന്നോ പിഷ്കുള്ള ആളെന്നോ കള്ളം പറയുന്ന ആളെന്നോ ബീരൊന്നും പറയില്ല. എൻ്റെ അടുത്ത് ഇപ്പല്ല. മാഷാ അല്ലാതെ കൊടുത്തേ കഴിച്ചൂല. റസൂല ലാ എന്ന് റസൂല പറയില്ല. എപ്പോഴും ലാ എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളൂ? അത്തഹിയ്യാത്തിൽ. എവിടെ? ലാ ശരീക്കലോർത്തല. അതല്ലാതെ റസൂല നമ്മൾ ലാ എന്നേ പറയുള്ളൂ. അപ്പോൾ എത്ര സുന്ദരമായ സ്വഭാവമായിരുന്നു മുത്തുനബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബിനെ പറ്റി വായിക്കണം, നമ്മൾ പഠിക്കണം, അങ്ങനെ മഹബത്തുണ്ടാക്കി തീർക്കണം. ആ മഹബത്തുണ്ടാക്കി തീർത്താൽ പിന്നെ നമ്മളെ പിന്നാലെ ആരും തള്ളേണ്ട ആവശ്യമില്ല. നിസ്കരിക്കട, നോമ്പുൽക്കട, അങ്ങനെ ചെയ്യും, നന്മ ചെയ്യും, തിന്മ ചെയ്യില്ലേ. കാരണം എന്താ? ആ പ്രേമം, ആ അനുരാഗം, ആ മഹബത്ത് നമ്മക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യൂല, എൻ്റെ ബാപ്പച്ചക്ക് ഇഷ്ടമല്ല എന്നെ അറിയും അല്ലേ, എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നെ അറിയും. എന്താ? ഇമ്മാനും ബാപ്പാനും സ്നേഹിച്ചപ്പോൾ ഉമ്മാക്കും ബാപ്പാക്കും ഇഷ്ടമല്ല നമ്മൾ ചെയ്യൂല. അതേപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ ഹബീബിന് ഇഷ്ടമുള്ളതേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാഹു തആല ആ മഹബത്തിലൂടെ ഈമാൻ പരിപൂർണമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.